السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തു സജ്ദ 3 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ ഈ സൂറത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞത്. 4ാമത്തെ സൂക്തമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഖുദ്റത്തും അവൻ്റെ മാഹാത്മ്യവും, അതുകൊണ്ട് തന്നെ അവൻ മാത്രമാണ് നമ്മുടെ രക്ഷാധികാരി, എല്ലാ അർത്ഥത്തിലും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കൃത്യവും കണിശവുമായ അധ്യാപനമാണ് തുടർന്നുകൊണ്ടുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ. അല്ലാഹു അവൻ ആരാണ്? അല്ലാഹ് അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. ഖലഖസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. വൽ അർദ, ഭൂമിയെയും. ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചു. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളവയെയും ഫീ 6 അയ്യാമിൻ, 6 ദിനങ്ങളിലായി. യൗമിൻ്റെ ബഹുവചനാണ് അയ്യാം. ഫീ 6 അയ്യാമിൻ, 6 ദിനങ്ങളിലായി. സുമ്മ സ്തവ, സുമ്മ പിന്നീട്, ഇസ്തവ അവൻ ആരോഹണം ചെയ്തു, ഉപവിഷ്ടനായി. അലൽ അർശി, സിംഹാസനത്തിന്മേൽ, അർശിന്മേൽ. സുമ്മ സ്തവ അലൽ അർശ്. മാലക്കും നിങ്ങൾക്കില്ല, മാലക്കും നിങ്ങൾക്കില്ല. മിൻ ദൂനിഹി, അവന് പുറമെ, അവനെ കൂടാതെ നിങ്ങൾക്കില്ല. മിൻ വലിയ്യിൻ, യാതൊരു രക്ഷാധികാരിയും. വലിയ്യിന് പല അർത്ഥങ്ങളുണ്ട്. രക്ഷാധികാരി, സഹായി, കൈകാര്യകർത്താവ് എന്നുള്ളതിനൊക്കെ പ്രയോഗിക്കും വലിയ്യ്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള ആളുകളും വലിയ എന്ന പ്രയോഗത്തിൽ അവർ ഉൾപ്പെടുന്നു. അതിൻ്റെ ബഹുവചനമാണ് ഔലിയ.
മാലക്കും നിങ്ങൾക്കില്ല മിൻ ദൂനിഹി അവനെ കൂടാതെ അവന് പുറമെ മിൻ വലിയിൻ ഒരു രക്ഷാധികാരിയും വലാ ഷഫീഇൻ ഒരു റെക്കമെൻഡുകാരനും ഇല്ല. ഷഫീഅ് ഷഫഅ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തു, ഷഫീഅ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നവൻ. ഇത് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു പറയാണ്, അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ, നന്നായി ചിന്തിക്കുന്നില്ലേ? അഫലാ തതദക്കറൂൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി തന്നെ തുടക്കത്തിൽ പറയുന്ന കാര്യം, ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു. മറ്റു വചനങ്ങളിൽ കാണാം ആകാശങ്ങൾ 7 ഖലഖസ് സമാവാതി സബ്അ വല്ലർള മിസ്ലഹുന്ന. ആകാശങ്ങളും 7, ഭൂമിയും 7. ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചത് വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ളവയെയും എന്തൊക്കെയുണ്ടോ എല്ലാം, എല്ലാ സൃഷ്ടിപ്പും അവൻ പൂർത്തിയാക്കിയത് ഫീ സിത്തത്തി അയ്യാമിൻ, 6 നാളുകളിൽ 6 ദിനങ്ങളിലായിക്കൊണ്ടാണ് എന്ന്. പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിലടക്കം 7 സ്ഥലങ്ങളിൽ 6 ദിനങ്ങളിലായിട്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം എന്ന് തുടങ്ങുന്ന ആയത്ത്, സൂറത്തുൽ അഅറാഫിലെ 54-ാമത്തെ ആയത്ത്. അതുപോലെ സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, അവിടെയും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹൂദിലെ 7-ാമത്തെ സൂക്തത്തിൽ വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, സൂറത്ത് ഹൂദ് 7-ാമത്തെ സൂക്തം. സൂറത്തുൽ ഫുർഖാൻ 59-ാമത്തെ ആയത്തിലും ഇക്കാര്യം പറയുന്നു, അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം, സൂറത്തുൽ ഫുർഖാൻ 59-ാമത്തെ ആയത്ത്. പിന്നെ ഈ ആയത്ത് സൂറത്തു സജദയിലെ 4-ാമത്തെ ആയത്ത്. പിന്നീട് സൂറത്തു ഖാഫ് 38-ാമത്തെ ആയത്ത്, വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം, അവിടെയും ഇതേ കാര്യം തന്നെ പറയുന്നു. സൂറത്തുൽ ഹദീദ് 4-ാമത്തെ ആയത്തിൽ ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ഇങ്ങനെ ഈ സൂറത്തിലടക്കം 7 സ്ഥലങ്ങളിൽ 6 ദിനങ്ങളിലായിട്ടാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അതേ അവസരത്തിൽ മറ്റൊരു ഏതാനും ആയത്തുകൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. അത് സൂറത്ത് ഫുസ്സിലത്തിലെ 9, 10, 11, 12 എന്നീ ആയത്തുകളാണ്. സൂറത്ത് ഫുസ്സിലത്തിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഹാമീം സജദ. ജസാക്കല്ലാഹു ഖൈർ. ഹാമീം സജദ. ആ സൂറത്ത് ഫുസ്സിലത്തിലെ 9 മുതൽക്കുള്ള ആയത്ത്, ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈനി വതജഅലൂന ലഹു അൻദാദാ ദാലിക റബ്ബുൽ ആലമീൻ.
وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم 9, 10, 11, 12 ഇത് നമ്മൾ നിർബന്ധമായും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഇതിനോട് ചേർത്ത് പരാമർശിക്കുന്നത്. ഇവിടെയും വിഷയം തന്നെ പറയുന്നത്, പക്ഷേ 6 ദിനങ്ങളിലായി എന്ന് ഫീ 6 അയ്യാം എന്ന പ്രയോഗമല്ല വന്നിട്ടുള്ളത്. ഇനി ശരിക്ക് ശ്രദ്ധിക്കുക, ഇവിടെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗം ഇതിലുണ്ട്. മൊത്തം കേൾക്കുമ്പോൾ മനസ്സിലാകും, വളരെ ശ്രദ്ധിച്ചിരുന്നോളണം. ഖുൽ, നബിയെ ചോദിക്കുക, അഇന്നകും ലതക്ഫുറൂന, നിങ്ങൾ അവിശ്വസിക്കുകയാണോ, ബില്ലദീ ഖലഖൽ അർള, ഭൂമിയെ പടച്ചവനെ നിങ്ങൾ അവിശ്വസിക്കുകയാണോ? ഭൂമിയെ പടച്ചവൻ എത്ര ദിവസം കൊണ്ട്? ഫീ യൗമൈനി, 2 നാൾ കൊണ്ടവൻ ഭൂമിയെ പടച്ചു. വതജഅലൂന ലഹു അന്ദാദ, അങ്ങനെയുള്ളവനായ ആ റബ്ബിന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കുകയാണോ? ദാലിക റബ്ബുൽ ആലമീൻ, അവൻ സർവ്വലോകത്തിൻ്റെയും പരിപാലകനായ റബ്ബാണ്. ഇനി ശ്രദ്ധിക്കുക, വജഅല ഫീഹാ, ആ ഭൂമിയിൽ അവൻ നിശ്ചയിക്കുകയും ചെയ്തു, റവാസിയ, നല്ല അടിയുറച്ച പർവ്വതങ്ങളെ, മിൻ ഫൗഖിഹാ, അതിൻ്റെ മുകളിൽ, ആ ഭൂമി ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി ആ ഭൂമിക്ക് മുകളിൽ അവൻ നല്ല വേരുകളുള്ള വലിയ പർവ്വതങ്ങളെ സംവിധാനിച്ചു. വബാറക ഫീഹാ, അവൻ ആ ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറച്ചു. വഖദ്ദറ ഫീഹാ, അതിലവൻ നിശ്ചയിക്കുകയും ചെയ്തു, അഖ്വാതഹാ, അതിലാവശ്യമായ എല്ലാ ധാന്യങ്ങളെയും അതിനാവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവൻ ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്തു. ഫീ 4 അയ്യാം, 4 ദിവസങ്ങളിലായി. എത്രയായി? 2ഉം 4ഉം 6. സുമ്മസ്തവാ ഇലസ്സമാ, പിന്നീട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു. വഹിയ ദുഖാനുൻ, അതൊരു പുകപടലമായിരുന്നു. ഫഖാല ലഹാ, എന്നിട്ടവൻ അതിനോട് പറഞ്ഞു, വലിൽ അർളി, ഭൂമിയോടും, ഇഅ്തിയാ തൗഅൻ ഔ കർഹാ, നിർബന്ധിതമായോ അല്ലെങ്കിൽ സ്വമേധയായോ നിങ്ങൾ വരുവീൻ, അനുസരിക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ, ഖാലത്താ, ആ രണ്ടും പറഞ്ഞു, അതൈനാ ത്വാഇഈൻ, ഞങ്ങളിതാ അനുസരണമുള്ളവരായി നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഫഖളാഹുന്ന, എന്നിട്ടവൻ അവയെ വ്യവസ്ഥപ്പെടുത്തി, അതിനെ തീരുമാനിച്ചു. എപ്രകാരമായിട്ട്? 7 സമാവാത്തിൻ, 7 ആകാശങ്ങളായി. ഫീ യൗമൈനി, 2 ദിവസങ്ങളിൽ. ഇപ്പം എത്രയായി ടോട്ടൽ? 8. വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹാ, എല്ലാ ആകാശങ്ങളിലും അവക്കാവശ്യമായ കൽപ്പനകളെയും വ്യവസ്ഥകളെയും അവൻ നിശ്ചയിക്കുകയും ചെയ്തു. വസയ്യന്ന السماء الدنيا بمصابيح وحفظا, നമുക്ക് കാണാവുന്ന നമ്മുടെ അടുത്ത ആകാശത്തിൽ അവൻ വിളക്കുകൾ കൊണ്ടതിനെ അലങ്കരിച്ചു, സംരക്ഷണമെന്ന നിലക്കും. ذلك تقدير العزيز العليم, അസീസും അലീമുമായ അല്ലാഹുവിൻ്റെ വ്യവസ്ഥയത്രേ ഇത്.
9, 10, 11, 12 ആയത്തുകളിലൂടെ ടോട്ടൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുക ഇപ്പം എത്ര ദിവസം എന്നാണ്? 8 എന്നാ മനസ്സിലാവുക. എന്നാൽ അങ്ങനെയല്ല ശരി, ഇതും 6 തന്നെയാണ്. അപ്പം ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, എപ്രകാരമാണത്. ആദ്യം പറഞ്ഞത് എന്താണ്? ഖലഖൽ അർള ഫീ യൗമൈനി, അതൊക്കെ 2 നാൾ കൊണ്ട് അവൻ ഭൂമിയെ പടച്ചു. പിന്നെ പറഞ്ഞതെന്താണ്? അതിൽ പർവ്വതങ്ങളെയും അതിൽ വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റു സംവിധാനങ്ങളൊക്കെ 4 ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? മേലെ പറഞ്ഞ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഈ 4. അത് മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചിടത്ത് പറഞ്ഞു ഫീ അർബഅത്തി അയ്യാമിൻ എന്ന് പറഞ്ഞാൽ ഐ ഫീ തതിമ്മത്തി അർബഅത്തി അയ്യാമിൻ, 4 ദിവസങ്ങളുടെ കണക്കിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ടും പിന്നീട് ബാക്കിയുള്ള 2 കൂടി കൂട്ടി 4 ദിവസം കൊണ്ടാണ് എന്തിനെ പഠിച്ചത്? ടോട്ടൽ ഭൂമിയുടെ മുഴുവൻ സംവിധാനങ്ങളെയും പഠിച്ചത്. അതല്ലാതെ ഭൂമി പഠിച്ചത് 2, പിന്നെ ഇത് 4, പിന്നെ ഇത് 2 എന്ന് വരുമ്പോൾ എത്രയാവും? 8 ആവും. അപ്പോൾ മുഹമ്മദ് നബിക്ക് കണക്കറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദികൾ പറയുന്നു. അവർക്ക് കണക്കറിയില്ല, കൂട്ടിയോടത്ത് വായിച്ചു. അല്ലെങ്കിൽ 2, 4, 6, 2, 4, 2 കൂട്ടിയാൽ എങ്ങനെ 6 വരിക? അപ്പൊ കണക്ക് വായിച്ചു, കൂട്ടാനറിയില്ല എന്നൊക്കെയുള്ള പല ദുരാരോപണങ്ങളുമായി പല കക്ഷികളും, അവരിൽ പല മിഷണറിമാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ അറബികളുടെ പ്രയോഗങ്ങളിൽ ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യം പറഞ്ഞ 2 പിന്നെ പറഞ്ഞ 4 2 കൂടിയും കൂട്ടല്ല. ഈ പിന്നെ പറഞ്ഞതിനെ ആദ്യത്തേൽ എന്ത് ചെയ്യാണ്? ഉൾക്കൊള്ളിക്കാണ്. ആ നിലക്കുള്ള സംസാരമാണ് അതിൽ കാണുന്നത്. അപ്പൊ അതിലത്രേ ഉള്ളൂ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇപ്പറഞ്ഞ 6 ദിവസം എന്ന് പറഞ്ഞതും സൂറത്ത് ഫുസ്സിലത്തിലെ ഈ ആയത്തുകളുമായിട്ട് ഒരു വൈരുദ്ധ്യവും ഇല്ല. വൈരുദ്ധ്യമുണ്ടെന്ന് ചിലർക്ക് തോന്നിപ്പിക്കുന്നതാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലുള്ള ഭാഷാ പ്രയോഗം അന്നാട്ടുകാർക്ക് അത് അറിയാം, അവർക്കാർക്ക് വലിയ തർക്കവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അബൂജഹലും മറ്റുള്ളവരൊക്കെ പറയത്, അല്ലെങ്കിൽ അന്നുള്ള മുശ്രിക്കുകൾ അതാ കാര്യമായിട്ട് പറയാം. കണക്കൂട്ടാൻ പോലും അറിയില്ലല്ലേ, 2, 4, 6, 2 പിന്നെ 6 എന്ന് ചോദിക്കൂലേ, 8 എന്ന് പറയൂലേ, ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഇന്ന് ചില ആൾക്കാർ മനഃപൂർവ്വം ചിലതൊക്കെ അത്രയെങ്കിലും ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ, നമ്മളെ പോലുള്ളവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമാണ്. കാരണം നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം അത്രയല്ലേ ഉള്ളൂ പലപ്പോഴും. അപ്പം നല്ല എളുപ്പമാണ്. ഒരു പറയുന്നിടത്തും കുറച്ചൊക്കെ കാര്യമുണ്ട്, എന്തിനാവും അപ്പം അങ്ങനെ വന്നത് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഉത്തരം വേറൊരാളോടൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ എന്തേ ഇപ്പോൾ വരാൻ കാരണമില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ വിശുദ്ധ ഖുർആനിലൊരു വൈരുദ്ധ്യമല്ല, അത് റഹ്മാനായ റബ്ബിറക്കിയതാണ്. ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നു ഇതിൻ്റെ ഉത്ഭവമെങ്കിൽ അതിലവർ ഒരുപാട് വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളുമൊക്കെ കണ്ടെത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഇതിൽ കണ്ടെത്താൻ കഴിയൂല, ആർക്കൊന്നും സാധിച്ചിട്ടില്ല, ഒരു സാധിക്കില്ല. ശരി, അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഈ പറഞ്ഞ ഈ 6 നാള്, എന്തപ്പോ ഈ 6 നാള് കൊണ്ട് ഉദ്ദേശം എന്നൊന്നും ഇപ്പൊ നമുക്കറിയൂല. ചില ആൾക്കാർ പറഞ്ഞു ആ 6 നാള് അതിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 കൊല്ലത്തിന് സമാനമാണ്, 50,000 കൊല്ലത്തിന് സമാനമാണ്. അതല്ല, 6 ഘട്ടങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത്. നമ്മളെ 24 മണിക്കൂറുള്ള ഒരു ദിവസം എന്നല്ല. ഇതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്, നമുക്കറിഞ്ഞൂടാ, അല്ലാഹു അഅലം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹ്ക്ക് എന്തിനപ്പോ 6 ദിവസത്തിന്റെ ആവശ്യം? നമ്മളിപ്പോ അവസാനിച്ച സൂറത്ത് യാസീനിൽ എന്താ പറഞ്ഞത് അവസാനം? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. കുൻ എന്ന് പറയേണ്ട താമസമുള്ളൂ, ഉണ്ടാവും. അള്ളാഹ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, 6 നാള് വേണ്ട. പിന്നെ എന്തിനാ? അത് അല്ലാഹു അഅലം, എന്തിനാ അവൻ അങ്ങനെ നിശ്ചയിച്ചത്? പക്ഷെ ചില മുഫസ്സിരീങ്ങളൊക്കെ അതിന് പറയുന്ന ഒരു ഹിക്മത്തുണ്ട്, ശരിയാവാതിരിക്കാൻ. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇതിൽ മനുഷ്യർക്കുള്ള ഒരു ഗുണപാഠമുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ അവധാനതയോടെ ചെയ്യണം, തിരക്കൂട്ടി ചെയ്യരുത്. കുൻ പറഞ്ഞ് പെട്ടെന്നുണ്ടാക്കുവാൻ കഴിവുള്ളവനായ റഹ്മാനായ ഖദീറായ റബ്ബ് പോലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നിർവഹിച്ചത് 6 നാളുകളിലൂടെയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടത് തിരക്കൂട്ടി ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജ് അതിൽ അടങ്ങിയിട്ടുണ്ടാവാം. അല്ലാഹു അഅലം. ഷെയ്ഖ് ഇബ്നു ബാസ്
റഹിമഹുല്ലാ, അദ്ദേഹമൊക്കെ ഈ അഭിപ്രായം പല പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹത്തിനോട് ഈ വിഷയകമായി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നൽകിയ ഫത്വകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്താണ് അതിലടങ്ങിയ ഹിക്മത്ത് എന്നൊന്നും നമുക്കറിയൂല. പിന്നെ യഹൂദികൾ വാദിച്ചു 6 നാൾ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? റെസ്റ്റ് എടുത്തു എന്നാണ് അവരുടെ വാദം. അവരുടെ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ ഫറഗല്ലാഹു ഫിൽ യൗമി സാബിഇ മിൻ അമലിഹി അല്ലദി അമൽ ഫസ്തറാഹ ഫിൽ യൗമി സാബിഇ മിൻ ജമീഇ അമലിഹി അല്ലദി അമൽ. അവരുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ, അതുപോലെ തന്നെ അവരുടെ പുറപ്പാട് എന്ന പേരിലുള്ള അവരുടെ ബൈബിളിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു പുസ്തകത്തിൽ, ഇതിലൊക്കെ അവർ പറയുന്നത് 6 നാൾ കഴിഞ്ഞിട്ട് 7-ാം നാള് വിശ്രമിച്ചു എന്നാണ്. പരിശുദ്ധ ഖുർആൻ അതിന് നൽകിയ മറുപടി കൂടിയാണ് സൂറത്ത് ഖാഫിലെ 38-ാമത്തെ സൂക്തം. ഖാഫിൽ 38-ാമത്തെ സൂക്തത്തിൽ ഇക്കാര്യം പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞത് എങ്ങനെയാണ്? വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ 6 അയ്യാം വമാ മസ്സനാ മിൻ ലുഗൂബ്. അക്കാര്യം കൃത്യമായിട്ടാണ് പറഞ്ഞത്. ആകാശഭൂമികളെയും അവക്കിടയിലുള്ളതിനെയും 6 നാൾ കൊണ്ട് തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. വമാ മസ്സനാ മിൻ ലുഗൂബ്, വമാ മസ്സനാ നമ്മെ ബാധിച്ചിട്ടേയില്ല, മിൻ ലുഗൂബ് വല്ല ക്ഷീണമോ തളർച്ചയോ. ക്ഷീണവും തളർച്ചയൊന്നും ബാധിച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ ഒരു നാൾ റെസ്റ്റിന് വേണ്ടി ഒഴിവാക്കിയതൊന്നും അല്ല. അപ്പം അതിൻ്റെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കില്ല. അത് യഹൂദികളുടെ ഒരു പിഴച്ച വാദം മാത്രമാണ്. ഇനി സഹോദരങ്ങളെ, ഇതിലിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അത് 6 നാൾ കൊണ്ട് നിർവഹിച്ചു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഇവിടെ ഗോളശാസ്ത്രം പഠിപ്പിക്കാനൊന്നുമല്ല ഇത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഗോളശാസ്ത്രം പഠിപ്പിക്കാനോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ മറ്റ് കാര്യങ്ങളോ അതിൻ്റെ ശാസ്ത്രീയമായ ഓരോ വശങ്ങളെയും ഒടിനാര് ഇഴകീറി ഇങ്ങനെ വിശദീകരിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമൊന്നുമല്ല. മറിച്ച് എല്ലാ അതിലും ഉണ്ട് താനും. അതൊക്കെ അല്ലാഹു തആല പറയുന്നത് എന്തിനാണ്? നമ്മൾ അവനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുവാനും അവനെ പേടിക്കുവാനും അവനല്ലാത്ത ഒരാളെ ആരാധിക്കുന്നതില്ലെന്ന് ജീവിതത്തിൽ ഭയപ്പെടുവാനും അതിൽ നിന്നെങ്ങാനും നമ്മൾ അള്ളാഹുവിൽ പങ്കുചേർത്ത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന കഠിനകഠോരമായ ശിക്ഷയോർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഉപോത്ബലകമായിട്ടൊരു ചരിത്രം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഗുണപാഠമുള്ള ഒരു ചരിത്രമാണത്. ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചല്ലോ 9, 10, 11, 12 സൂറത്ത് ഫുസ്സിലത്തിലായത്. അതിൻ്റെ ഒരു സന്ദർഭമുണ്ട്. അത് സംബന്ധമായി കൊണ്ട് അതിൻ്റെ സന്ദർഭമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചരിത്രമുണ്ട്. അത് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂജഹല് ഖുറൈശി മുശ്രിക്കുകളുമായിട്ടുള്ള ഒരു സഭ കൂടുന്ന അവൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ സദസ്സിൽ വെച്ച് അബൂജഹൽ വല്ലാത്ത ആശങ്ക പ്രകടിപ്പിച്ചു മുഹമ്മദ് നബിയെ കുറിച്ച്. ലഖദ് ഇൻതശറ അലൈനാ അംറു മുഹമ്മദിന്റെ കാര്യം നമ്മൾ വിചാരിച്ചതോടൊന്നൊക്കെ വിട്ടിട്ടുണ്ട്. അവൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഈ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള ഫിത്ന നമ്മൾ ചെയ്തിട്ടും ആളുകൾ അവൻ്റെ അടുത്തേക്ക് പതുങ്ങി രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ഒഴുകന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല. അപ്പം പറയണം അവൻ്റെ ആൾക്കാരോട്, ഒരു മീറ്റിങ്ങിലുള്ള ചർച്ചാ വിഷയം അന്നത്തെ അജണ്ട അതാണ്. അതുകൊണ്ട് അവൻ പറയാണ്, ഫലവിൽ തമസ്തും ആലിമൻ ബിസ്സിഹ്രി വൽ കഹാന വശ്ശിഅർ. നന്നായി കവിത അറിയുന്ന, അതുപോലെ തന്നെ മാരണവിദ്യ അറിയുന്ന, മാജിക് അറിയുന്ന, ജ്യോത്സ്യമറിയുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. എന്നിട്ട് അയാളോട് നമ്മൾ ഈ കാര്യം ശരിക്ക് സംസാരിച്ചിട്ട് അയാളെ ഇയാളുടെ അടുത്തേക്ക് വിടണം, മുഹമ്മദിൻ്റെ അടുത്തേക്ക് പറഞ്ഞു തോൽപ്പിക്കണം. എന്നിട്ട് അങ്ങനത്തെ ഒരാളെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ അവർ ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ ഉത്ബത്തിന്റെ സദസ്സിൽ, ഉത്ബത്ത് ബിൻ റബിയ എന്ന് പറയുന്ന ഒരാൾ സദസ്സിലുണ്ട്. അയാൾ പറഞ്ഞു, അക്കാര്യം ഞാനേറ്റു. കാരണം ലഖദ് സമഅതു സിഹ്റ വൽ കഹാനത വശ്ശിഅറ വഅലിംതു മിൻ ദാലിക ഇൽമൻ വമാ യഖ്ഫാ അലയ്യ ഇൻ കാന കദാലിക. ഞാൻ അതിലൊക്കെ നല്ല ഡോക്ടറേറ്റ് നേടിയ ആളാണ്, അതൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവും, ഞാൻ തന്നെ റെഡിയാണ് എന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ,
അങ്ങനെ ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ഇയാളെ ചട്ടം കെട്ടി ഖുറൈശികൾ പറഞ്ഞേക്കാണ്. ഇയാൾ അവിടെ ചെന്നു. യാ മുഹമ്മദേ, ആരാണ് ഖൈറായവൻ? നിന്റെ ഗോത്രമായ, നിന്റെ കുടുംബമായ ഹാഷിം കുടുംബത്തിലെ നേതാവായ ഹാഷിമാണോ ഖൈറ്, അതോ നീയാണോ? ഓരോ ചോദ്യങ്ങൾ കേൾക്കുക. അൻത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്, എൻ്റെ ഉപ്പാപ്പുണ്ടല്ലോ അബ്ദുൽ മുത്തലിബാണോ ഉത്തമൻ, അതോ നീയാണോ? അൻത ഖൈറുൻ അം അബ്ദുള്ളയാണോ, നിന്റെ ബാപ്പ അബ്ദുള്ളയാണോ ഉത്തമൻ, അതോ നീയാണോ? എന്ത് കണ്ടിട്ടാണ് ഫബിമ തസ്തിമു ആലിഹതനാ വ തുദല്ലിലു ആബാഅന, ഞങ്ങളുടെ കാക്കകാരണവന്മാരായിട്ട് ആദരിച്ചാരാധിച്ചു വരുന്ന ദൈവങ്ങളെ നീ എന്തിനാണ് തെറി പറയുന്നത്? എന്റെ ബാപ്പി ഇപ്പാപ്പിയും എന്റെ ഹാഷിമടക്കം എല്ലാവരും ആരാധിച്ചോരല്ലേ അവര്. അവരെ കാണക്ക നീയാ ഉത്തമൻ? നീയാണോ അവരെ കാണക്ക വലിയ വിവരസ്ഥൻ? അതുപോലെ തന്നെ നീ തുളല്ലിൽ അവരൊക്കെ നീ പഴച്ചോരായിട്ടാണ് പറയുന്നത്. എൻ്റെ ബാപ്പിയും വെല്ലിപ്പിയൊക്കെ പഴച്ചു എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ശരിക്കും മനസ്സിലായിക്കോളിട്ടോ, ഇല്ല നമുക്ക് പാഠങ്ങളുണ്ട്. ഇന്നും നമ്മളിത് കേൾക്കേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവൻ ചോദിച്ച അതേ ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഇതൊന്നും കേൾക്കും. ഫൈൻ കുൻത ഇന്നമാ ബിക റിയാസ അഖദ്നാ ലക അൽവിയതന, നിനക്ക് അധികാരമാണോ വേണ്ടത്? ഞങ്ങൾ തരാം. എല്ലാ ഗോത്രത്തിന്റെയും അധികാരവും പതാകയും കെട്ടി നിന്നെ ഏൽപ്പിക്കാം. പിന്നെ നീ ആയിരിക്കും ഞങ്ങളുടെ മുഖ്യൻ, ഞങ്ങളുടെ എല്ലാ രാജാവും നീ ആയിരിക്കും. അതല്ല, നിനക്ക് കല്യാണം കഴിക്കണോ? ഖുറൈശി പെൺകുട്ടികളിൽ നിന്ന് സുന്ദരികളെ നോക്കിയിട്ട് ഒരു മിനിമം 10 ആളെ കെട്ടിച്ചേരാം. ഇനി നിനക്ക് മുതലാണോ വേണ്ടത്? എന്നാ എടുക്കാനും പുതക്കാനുള്ള അത്ര നിനക്ക് ധാരാളം മുതൽ തരാം. നിനക്കും നിന്റെ ശേഷമുള്ള തലമുറക്കും കൂടി ജീവിക്കാനുള്ള സ്വത്ത് ഞങ്ങൾ തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാകിത്തുൻ ലാ യതകല്ലം. അങ്ങനെ കത്തിക്കേറുകയാണ്. കത്തിക്കേറുമ്പോൾ അള്ളാന്റെ റസൂൽ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. പറയണമൊക്കെ പറയട്ടെ. ഒരക്ഷരം പറഞ്ഞില്ല. എല്ലാം തീർന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവനോട് ചോദിച്ചു, നിനക്ക് പറയാനുള്ളത് അവസാനിച്ചു പറഞ്ഞു. എന്നാൽ ഞാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ഹാമീം സജദ അങ്ങനെ ഉണ്ട്. ഒരു തുടങ്ങിയിട്ട് ഇന്നിപ്പോ ഞങ്ങൾ കേൾപ്പിച്ചില്ലേ 9, 10, 11, 12 കഴിഞ്ഞ് 13-ാമത്തെ ആയത്തിലേക്ക് കടന്നു. എന്താ 13? فَإِنْ أَعْرَضُوا فَقُلْ أَنذَرْتُكُمْ صَاعِقَةً مِثْلَ صَاعِقَةِ عَادٍ وَثَمُودَ. ഇതൊക്കെ കേട്ടിട്ടും ഇതിലൊന്നും വിശ്വസിക്കാതെ പിന്തിരിഞ്ഞു കളയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നബിയേ പറയൂ, അന്തർത്തുക്കും, ഞാനിതാ നിങ്ങളോട് വാണിംഗ് ചെയ്യുകയാണ്. സായിഖത്തം മിഥല സായിഖത്തി ആദിൻ വസമൂദ്. ആദ് സമൂദ് ഗോത്രത്തെ ശിക്ഷിക്കപ്പെട്ടത് നിങ്ങൾക്കറിയില്ലേ? അതുപോലെയുള്ള കടുത്ത ശിക്ഷയും ആ നിലക്കുള്ള കൃത്യമായ നിലക്കുള്ള ഒരു വരവ് ഇതാ നിങ്ങളിലേക്കും ഞാനിതാ വാണിംഗ് ചെയ്യുന്നു. ഇതുവരെ 13-ാമത്തെ ആയത്ത് വരെ ഓതിയുള്ളൂ. റസൂലുള്ളാഹി വേറൊന്നും പറയണമെന്നില്ല, ഇതാണ്ട് ചൊല്ലി. 13-ാമത്തെ ആയത്ത് കേട്ടതോടുകൂടി ഫംസക ഉത്ബതു അലാ ഫീഹി, റസൂലുള്ളാഹിന്റെ വായണ് പൊട്ടി ഉത്ബ ചെന്നിട്ട് നിങ്ങളും ഉണ്ടല്ലേ. നബിന്റെ വായ പോയിട്ട് പിടിച്ചു, അവൻ വായ പൊത്തി. വാൻസദഹുർ റഹീം ലിയകുഫ അൻഹു, കേണ് താണ് പറഞ്ഞു, ദയവായി ഇനി ഒന്നും എന്നോട് പറയല്ലേ. കരുണക്കപേക്ഷിക്കുന്ന നിലക്ക് പറഞ്ഞു, ഇനി എനിക്ക് കേൾക്കാൻ കരുത്തില്ല, ഇനി പറയല്ലേ മുഹമ്മദ്, ഇനി പറയല്ലേ. വറജഅ ഇലാ അഹ്ലിഹി, അവന്റെ കുടുംബത്തിലേക്ക് മടങ്ങി. വലം യഖ്റുജ ഇലാ ഖുറൈശ്, കുറച്ച് നാൾക്കും ഖുറൈശികളുടെ അടുത്തേക്ക് പുറപ്പെടുന്നു പോലുമില്ല, വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇവിടെ അബൂജഹൽ അടക്കമുള്ള ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അബൂജഹൽ പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ, വല്ലാഹി മാ നറാ ഉത്ബ ഇല്ലാ ഖദ് സബഅ ഇലാ മുഹമ്മദിൻ.
ഉത്തുബത്തിനെ നമ്മൾ പറഞ്ഞയച്ചില്ലേ, കണ്ടോ കാണുന്നില്ല, മുഹമ്മദിന്റെ പുത്തൻ മതത്തിലേക്ക് അവനും ചേക്കേറിയിരിക്കുകയാണ്. വഅജബഹു കലാമുഹു, റസൂൽ മുഹമ്മദിന്റെ വാക്ക് അവന് വല്ലാതെ പെരുത്ത് അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. വമാദാക ഇല്ലാ മിൻ ഹാജത്തിൻ അസാബത്തുഹു, അത് അവനെ ബാധിച്ച എന്തോ ഒരാവശ്യം അവനുണ്ട്, അത് അവൻ അവിടുന്ന് കിട്ടീണെന്നാ തോന്നുന്നത്. കണ്ടോ, അവനാണ് മാറിക്കണ, എന്തോ കനത്തിൽ കിട്ടിയിട്ടുണ്ട്, അവൻ്റെ എന്തോ ആവശ്യം മുഹമ്മദ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി അവൻ നിന്ന് പോയി കാണണം. അബൂജഹൽ പറയണം, എല്ലാവരും കൂടെ വീട്ടിലേക്ക് കാണാൻ പോവാണ്. അവൻ്റെ അടുക്ക ചെന്നിട്ട് അബൂജഹലിനെ, അവനാണല്ലോ ലീഡർ, അവൻ തന്നെ സംസാരം തുടങ്ങുകയാണ്. വല്ലാഹി യാ ഉത്ബ, ഉത്ബത്തെ മാ ഹസിബ്നാ ഇല്ലാ അന്നക സബഅത ഇലാ മുഹമ്മദിൻ വഅജബക അംറുഹു, നീ മതം മാറി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് മുഹമ്മദിന്റെ മതത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു, നിനക്ക് അവനെ പെരുത്ത് പിടിച്ചിരിക്കുന്നു അല്ലേ. ഫൈൻ കാനത് ബിക ഹാജത്തുൻ ജമഅനാ ലക മിൻ അംവാലിനാ മാ യുഗ്നീക അൻ തആമി മുഹമ്മദിൻ, മുഹമ്മദിന്റെ അന്നൊന്നും വേണ്ടടാ നിനക്ക്, മുഹമ്മദ് തരാന്ന് പറഞ്ഞ ചിക്കിളിയൊക്കെ വലിച്ചെറിയടാ, നിനക്ക് വേണ്ടത് മുഴുവനും ഞങ്ങൾ തരാം. അത് കേട്ടപ്പോ എന്ത് ചെയ്യാണ്, ഇവരെല്ലാവരും കൂടെ ദേഷ്യം പിടിച്ച് സംസാരിക്കണമെന്ന് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, വഅഖ്സമ ബില്ലാഹി ലാ യുകല്ലിമു മുഹമ്മദൻ അബദ, ഞാൻ മുഹമ്മദിനോടൊന്നും ഒരക്ഷരം പറയാൻ പോകുന്നില്ല, ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ലഖദ് അലിംതും അന്നീ മിൻ അക്സരി ഖുറൈശിൻ മാല, പണമൊന്നും അല്ലട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ തെറ്റിദ്ധരിക്കണ്ട, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാണ് ഞാൻ, നിങ്ങൾക്കും അറിയില്ലേ. വലാകിന്നി അതൈതുഹു, പക്ഷെ ഞാൻ മുഹമ്മദിനെ സമീപിച്ചിട്ട് നടന്ന സംഭവമൊക്കെയാണ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഇതുവരെയുള്ള ആയത്ത് കേട്ടപ്പോ ഞാൻ അവന്റെ മുഖം പൊത്തി, ഇനി ഒന്നും മിണ്ടല്ലേ എന്ന് പറഞ്ഞു. മുഹമ്മദ് ആ പറഞ്ഞത് സംഭവിക്കും, മുഹമ്മദ് കളവ് പറയില്ല, നിങ്ങൾക്കും അറിയില്ലേ. വഖദ് അലിംതും അന്ന മുഹമ്മദൻ ഇദാ ഖാല ശൈഅൻ ലം യക്ദിബ്, മുഹമ്മദ് ഒരു കാര്യം ഇന്ന് വരെ പറഞ്ഞിട്ട് അത് കളവായിട്ടുണ്ടോ? കളവ് പറയൂല, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. ഫഖിഫ്തു അൻ യൻസില ബികുമുൽ അദാബ്, നിങ്ങൾക്ക് ആ ശിക്ഷ വരുന്നു ഞാൻ പേടിക്കുകയാണ്. അതോടുകൂടെ മൂപ്പര് പിന്നെയും വിരട്ടി അവർ പിന്നെയും നല്ലോണം കുറേ പറഞ്ഞു, കുറേ സംസാരിച്ചു. എന്തായിരുന്നാലും ആക്കി മനസ്സിൽ വെച്ചോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറയാ. ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഉത്ബക്ക് ഹിദായത്തിന് തൗഫീഖ് ഉണ്ടായില്ല. അയാൾക്ക് സത്യം മനസ്സിലായി, കാര്യമൊക്കെ വ്യക്തമായി. പിന്നീട് അയാളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ പിന്നെ കാണാൻ എന്താണ്, മൂപ്പരും ബദറിലേക്ക് റസൂലുള്ളാഹിയുടെ എതിരാളിയായിട്ട് ഖുറൈശി മുശ്രിക്കുകളുടെ ഗ്രൂപ്പിലുണ്ടായി. ബദറിൽ കൊല്ലപ്പെട്ട 70 ആളുകളിൽ അബൂജഹലിനോടൊപ്പം വധിക്കപ്പെട്ട ആളായിരുന്നു ഉത്ബത്ത് ബിൻ റബീഅ. അയാളും അങ്ങനെ കാഫറായിട്ട് മരണപ്പെട്ടു. ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതിലൊക്കെ കുറേ പാഠങ്ങളുണ്ട്. അവസാനത്തെ പാഠം എന്താണെന്നറിയാം, സത്യം മനസ്സിലായിട്ടും ആ സത്യത്തിലേക്ക് മടങ്ങാതിരിക്കാൻ പലപ്പോഴും നമ്മുടെ ക്ലോസ് ഫ്രണ്ട് കാരണമാകും. ഇവൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് ഇവനെ ചതിച്ചത്. പരിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, വയൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ ലഖദ് അദല്ലനി അനിദ് ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ വയൗമ യഅദ്ദുൽ ളാലിം. സൂറത്തുൽ ഫുർഖാനിലെ 27, 28, 29 ആയത്തുകൾ നമ്മൾ പഠിച്ചതാണ്. വയൗമ യഅദ്ദുൽ ളാലിമു, അക്രമി കടിക്കുന്ന ദിവസം, അലാ യദൈഹി, അവൻ്റെ ഇരുകരങ്ങളും. എന്നിട്ടവൻ പറയും, ഞാൻ റസൂലിൻ്റെ കൂടെ ഒരു വഴി മറ്റൊരാളെ തേടിപ്പോകാതിരുന്നുവെങ്കിൽ, എൻ്റെ നാശമേ, ഞാൻ ഇന്നവനെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവനാണ് എന്നെ പിഴപ്പിച്ചത്. എനിക്കാ സന്മാർഗം വന്ന് കിട്ടിയതിൻ്റെ ശേഷവും അവനാണല്ലോ എന്നെ പിഴപ്പിച്ചത്.
ഞാൻ അവനെ പിന്തുടരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ പരലോക കോടതിയിലെ വിഷമങ്ങളോ എപ്രാളങ്ങളോ ഭയമോ വിലാപമോ പൊട്ടിക്കരച്ചിലുകളോ അട്ടഹാസങ്ങളോ ഒന്നും മാഫി ഫായിദ, ഒരു പ്രയോജനമല്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ചിന്തിക്കേണ്ടത് ദുന്യാവെന്നാണ്, ചിന്തിക്കേണ്ടത് ദുന്യാവെന്നാണ്. അതാണ് സൂറത്തുൽ മുൽക്കിലെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം എന്നല്ലേ. വഖാലൂ ലൗ കുന്നാ നസ്മഉ വ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, കേട്ടത് ശരിക്ക് ചിന്തിച്ചിരുന്നുവെങ്കിൽ. വെറും കേൾക്കലല്ല ഇസ്ലാം പറയണത്, കേട്ടാൽ ചിന്തിക്കണം, അല്ല വെറുതെ കേൾക്കലല്ല. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, കേൾക്കും ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ. അപ്പൊ നമ്മളെ കൂട്ടുകാര് എപ്പോഴും തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു തത്വമാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഓരോരുത്തരും അവരുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണേ ആരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത് എന്ന്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അതിൻ്റെ ഒക്കെയുള്ള ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തർ വിൽപ്പനക്കാരനെയും അതുപോലെ തന്നെ ഇരുമ്പ് തീയിലിട്ട് പഴിപ്പിക്കുന്ന, ഉലയിൽ തീ കത്തിക്കുന്ന ഒരു കൊല്ലൻ്റെ ഉദാഹരണവും പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാളമായി കേൾക്കുന്നവരാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു ഉദ്ദേശിക്കുന്നതും ഇതാണ്. അവനിത് കേട്ടപ്പോൾ അവനക്ക് സംശയമൊന്നും ഉണ്ടായില്ലല്ലോ. 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ദിവസം കൊണ്ടൊക്കെ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ, അതൊന്നുമല്ല. അവനിക്കിതാണ് കേട്ടവൻ്റെ കാരണം അവൻ പറഞ്ഞതെന്താ അറിയോ? ഞാൻ കവിത പഠിച്ചവനാണ്, കവിതയുടെ എല്ലാ നിയമവും പ്രാസവും ഒക്കെ എനിക്കറിയാം, അലങ്കാരങ്ങളും എല്ലാ ഭാഷയിലും എല്ലാം എനിക്കറിയാം, എല്ലാ മെസ്മരീസവും ജാലവിദ്യയും വാക്ചാതുരിയും ഒക്കെ എനിക്കുണ്ട്. നല്ല പ്രാസംഗികനാണ് അവന്. ചരിത്രത്തിൽ കാണാൻ ഉത്തുബ, അയാൾ നല്ല ഗംഭീര ഖത്തീബായിരുന്നു, നല്ല പ്രാസംഗികനായിരുന്നു. അറബികളാണ് സംസാരിച്ചാൽ ഒരു ചൂള കേൾക്കൂല എന്നാണ്, അത്ര ആളും കേട്ടിരുന്നു പോകുന്ന ശക്തമായ പ്രഭാഷകനായിരുന്നു. എല്ലാം തികഞ്ഞ ആള്. അയാൾക്ക് ബോധ്യമായി ഇത് ചില്ലറ സമ്പ്രദായമല്ല, ഇത് മുഹമ്മദിന് പറയാൻ പറ്റിയല്ല, മുഹമ്മദിന് പറയാൻ കഴിയണമല്ലാന്ന്. പക്ഷെ തൗഫീഖ് ഉണ്ടായില്ല. തൗഫീഖ് ഇല്ലാതിരിക്കാനുണ്ട ഒരു കാരണമാണെന്ത്? അയാൾ ഈ പഴച്ച കൂട്ടുകാർ, ആ കൂട്ടുകെട്ടെന്ന് പുറത്തു പോകാൻ അയാൾ തയ്യാറായില്ല. അല്ലെങ്കിൽ അയാൾക്ക് അതിന്ന് മാറിയാൽ മതിയായിരുന്നു, തൗഫീഖ് കിട്ടുമായിരുന്നു. പക്ഷെ തൗഫീഖ് ഇല്ല. അപ്പൊ കാര്യം മനസ്സിലായോണ്ടൊന്നും കാര്യമില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയലുണ്ട്, അള്ളാന്റെ റസൂലും സഹാബികളൊക്കെ ജീവിച്ച കാലത്ത് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എന്താ കാര്യം? എന്താ കാര്യം? അന്ന് തന്നെയല്ലേ ഇപ്പൊ ഈ അബൂജഹലും ഉണ്ടായത്. റോനി ഇതായി തെറ്റിയോ? ഇതൊക്കെ കേട്ട് ഒക്കെ മനസ്സിലായ ഉത്തുബക്ക് ഇതായി തെറ്റിയോ? ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്ന ഒരു ഔദാര്യമാണ്. മുത്തു മുസ്തഫ ആശിച്ചവർക്ക് പോലും കിട്ടിയിട്ടില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല. അബൂ താലിബിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. കാരണം അബൂ താലിബ് നിഴൽ പോലെ സഹായിയായിട്ട് നടന്ന ആളാണ്. മരണനേരത്തും പോയി പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. ലാ ഇലാഹ ഒരു വട്ടം പറയും, ഒരു വട്ടം പറയൂ മുത്താപ്പ. അത് വെച്ചിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാലോ. അതും നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. ആരായിട്ടും കാര്യമൊന്നുമില്ല. അയാള് സമ്മതിച്ചില്ല. അയാളോട് അപ്പുറത്തുനിന്ന് അങ്ങനെ ചങ്ങായിമാരെ അപ്പോഴും ഇരുന്നിങ്ങനെ ഓതി കൊടുക്കണേ. അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. കാക്കകാരണവന്മാരായിട്ട് ബാപ്പപ്പാപ്പമാരായിട്ട് നമ്മൾക്ക് പഠിച്ചു പോകുന്ന ഒരു ആശയവും വിശ്വാസവും ആദർശമൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടെറിഞ്ഞു പോവുക. ഈ അവസാന സമയത്ത് അതൊക്കെ ഇട്ടെറിഞ്ഞു പോവുക. അതിൽ മൂപ്പരാണ് വീണു. അനഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പപ്പാപ്പമാരെ ആദർശത്തിലായിക്കൊണ്ട് ഞാനിതാ ജീവിക്കുന്നു. മരിച്ചു. അള്ളാന്റെ റസൂല് കരഞ്ഞു. കരഞ്ഞപ്പോ ജിബ്രീൽ ആശ്വസിപ്പിച്ചുകൊണ്ട് വചനവുമായി വന്നിട്ട് പറഞ്ഞതാണ്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ.
അള്ളാഹു അത്രേ അവനുദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. ഹിദായത്ത് കൊടുക്കാൻ ആരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് പടച്ചോന്റെ തൗഫീഖാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് നമുക്കതിലുള്ള പാഠങ്ങൾ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ട്, പക്ഷേ ഉപകാരം കിട്ടിയവർ കുറവേ ഉള്ളൂ. ഭൂരിപക്ഷം ആളുകളും ഖുർആൻ കേട്ടിട്ട് പഴച്ചു പോയവരാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ വലാകിന്ന അക്സറന്നാസി ലാ യഫ്ഖഹൂൻ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്താണ് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിലടങ്ങിയിട്ടുള്ള തത്വത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ തത്വമാണെന്ത്? തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു രക്ഷാധികാരിയും സഹായിയും ഒന്നും ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് സുമ്മസ്തവ അലൽ അർശി മുതൽക്കുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.